ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ പ്രകാശൻ ജയിലിൽ നിന്ന് ഇറങ്ങുന്നുണ്ടോ. അപ്പോഴും ഇറങ്ങുന്ന സമയത്ത് കിരണോട് പറയണ്ട, മോനെ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ ഇപ്പോഴും പറയാണ് രാഹുലിൻ്റെ കൂടെ നിന്നിട്ട് ഞാനിത് ചെയ്തിട്ടില്ലെന്ന് പറയുമ്പോൾ കിരൺ പറയുന്നുണ്ട്, താൻ അങ്ങനെ നല്ല പിള്ളേന്ന് ആവണ്ട, തൻ്റെ സ്വഭാവം ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാലോ, താനും ആ രാഹുലും ചേർന്ന് എത്ര പ്രാവശ്യമാണോ ഞങ്ങൾക്കെതിരെ തിരിഞ്ഞേക്കണത്. ശരിയാ മോൻ പറഞ്ഞത്, ഞാൻ ഈ കാര്യം ആരോട് പറഞ്ഞാലും വിശ്വസിക്കില്ല, പക്ഷേ ഞാൻ പറഞ്ഞത് സത്യം മോനെ, അത് ഇന്നല്ലെങ്കിൽ നാളെ മോനെ മനസ്സിലാവും എന്നൊക്കെ പറഞ്ഞിട്ട് പ്രകാശൻ അവിടെ നിന്ന് പോവാട്ടോ. പ്രകാശൻ പറഞ്ഞാൽ എന്തൊക്കെയോ സത്യമുണ്ടെന്ന് നമ്മുടെ കിരണിനും തോന്നുകയാണ്. ശേഷം കിരൺ തിരിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട്. വീട്ടിലേക്ക് വരുമ്പോഴേക്കും കിരൺ ദീപയെടുത്തും അതുപോലെ തന്നെ കല്യാണം എടുത്ത് പറയുന്നുണ്ട്, എല്ലാത്തിനും പിറകിൽ അവനാണ് ആ രാഹുൽ എന്ന് പറയുമ്പോൾ തന്നെ ദീപ പറയുന്നുണ്ട്, രാഹുലോ, അയാൾ ആ കിടന്ന കിടപ്പ് കിടന്നിട്ട് ഈ പരിപാടിയാണ് ചെയ്യണത്. അമ്മ അറിഞ്ഞില്ലേ, അയാൾ കിടന്ന കിടപ്പൊക്കെ മാറി വീട്ടിൽ നിന്ന് തള്ളി പുറത്താക്കിയാലോ. ഓ അത് ശരിയാ, അല്ല എന്നിട്ട് അയാൾ ഈ പരിപാടിക്കാണ് പോണത്, അയാൾ എത്ര കിട്ടിയാലും പഠിക്കില്ലല്ലേ എന്ന് പറയുമ്പോൾ ഇല്ല അമ്മേ, ഇങ്ങനത്തെ ആൾക്കാരൊന്നും എത്ര കിട്ടിയാലും പഠിക്കില്ല. അപ്പോൾ പ്രകാശനോ എന്ന് കല്യാണം ചോദിക്കുമ്പോഴേക്കും കിരൺ പറയണ്ടേ, അയാളിപ്പോഴും നിരപരാധിയാണെന്ന് തന്നെയാ ഉറച്ച സ്റ്റാൻഡിൽ അയാൾ പിടിച്ച് നിൽക്കുക എന്ന് പറയുമ്പോൾ ദീപ് പറയണ്ടേ, എൻ്റെ മോനെ അയാൾ നോണ പറയാണ്, അയാൾ അറിയാതെ രാഹുൽ ഒന്നും ചെയ്യില്ല. കാരണം കഴിഞ്ഞ ദിവസം വരെ രാഹുലും അതുപോലെ തന്നെ പ്രകാശനും തമ്മിൽ സംസാരിക്കുന്നത് കണ്ടവരുണ്ടെന്ന് നമ്മുടെ പറഞ്ഞതല്ലേ. അതുകൊണ്ട് അത് മാത്രമല്ല, സരയും പ്രകാശം ഉണ്ടെന്ന് ഇന്നലെ പോയ പിന്നെ പുറകെ തന്നെ നമ്മുടെ സരയും അയാളുടെ പുറകെ പോകുന്നുണ്ടായിരുന്നു. അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാലോ ഇവർ തമ്മിൽ ഒരുമിച്ച് നിന്നിട്ടാണ് ഈ ഗൂഢാലോചന ചെയ്തതെന്ന്. ആയിരിക്കും അമ്മേ, പക്ഷെ എന്തോ പ്രകാശൻ എന്നോ ഓരോന്നൊക്കെ പറയണം കേട്ടപ്പോൾ എനിക്കും എന്തൊക്കെയോ അതിൽ എന്തെങ്കിലുമൊക്കെ സത്യമുണ്ടോ കാര്യമുണ്ടോ എന്ന് ഞാൻ പോലും സംശയിച്ചു പോയി. അതിനുവേണ്ടി തന്നെയാണ് അവൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. എനിക്ക് നിങ്ങളുടെ ഒരു കാര്യം പറയാനുള്ളൂ, അയാളുടെ സ്വഭാവം മാറിയെന്ന് വെച്ചിട്ട് നിങ്ങൾ അയാളെ സ്നേഹിക്കരുത്, അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ. പഴയ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് വേണം എന്തും ചെയ്യാൻ എന്ന് ദീപ പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോവാട്ടോ. കല്യാണി പറയുന്നുണ്ട്, കിരണേട്ടാ ഇനി ഇതിന്റെ പുറകിൽ ആ രാഹുൽ മാത്രമായിരിക്കോ അറിയില്ല കല്യാണി, രാഹുൽ മാത്രമാണെങ്കിലും നമ്മൾ പ്രകാശനെ അടുപ്പിക്കൊന്നും വേണ്ട, അയാളുടെ ഉദ്ദേശം എന്താണെന്ന് ഇപ്പോഴും നമുക്ക് മനസ്സിലായിട്ടില്ലല്ലോ എന്ന് പറയാണ്. ശരിയാണ് എന്ന് പറയുന്നുണ്ട്. ശേഷം നമ്മുടെ രാവിലെ കല്യാണിയും കിരണും കൂടി സൈറ്റിലേക്കൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടി പോകുമ്പോൾ കല്യാണിന്റെ മൊബൈലിലേക്ക് ഒരു അൺനോൺ നമ്പറിന് മെസ്സേജ് വരും കേട്ടോ. കല്യാണി മെസ്സേജ് നോക്കുമ്പോഴേക്കും ഈ മാസം 18-ാം തീയതി നീ കൊല ചെയ്യപ്പെടും എന്നാണ് മെസ്സേജിൽ എഴുതിയിരിക്കുന്നത്. കല്യാണി പെട്ടെന്ന് അത് കാണുമ്പോൾ തന്നെ കിരണേട്ട എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. എന്താ കല്യാണി, ദേ എനിക്കൊരു പരിചയമില്ലാത്ത നമ്പറിന് മെസ്സേജ് ഇന്ന് വായിച്ചു നോക്കിക്കെന്ന് പറഞ്ഞിട്ട് ആ മെസ്സേജ് കൊടുക്കുകയാണ്. കിരൺ അത് വായിക്കുമ്പോഴേക്കും അതൊരു ടെക്സ്റ്റ് മെസ്സേജ് ആണ് കേട്ടോ. 18-ാം തീയതി കൊല ചെയ്യപ്പെടുന്ന ടെക്സ്റ്റ് മെസ്സേജാണ് അയച്ചിരിക്കുന്നത്. കല്യാണി ഇത് ആരായിരിക്കും അയച്ചിട്ടുണ്ടാവുക അറിയില്ല കിരണേട്ടാ, ആരെയാ സംശയിക്കേണ്ടത്, അപ്പുറത്തുള്ള അവൾ തന്നെയായിരിക്കും, അവളെ ഇങ്ങനത്തെ മെസ്സേജൊക്കെ അയക്കുള്ളൂ. അവൾ തന്നെയായിരിക്കും. 18-ാം തീയതി ആരാ മരിക്കണത് നമുക്കൊന്ന് കാണാം, നീ പേടിക്കൊന്നും വേണ്ട കല്യാണി. കിരണേട്ടാ എനിക്ക് പേടിയോ, എനിക്കൊരിക്കലും പേടിയില്ല കിരണേട്ട എന്ന് പറയാണ്. അതെനിക്കറിയാം, എങ്കിലും നമ്മൾ ഒരിക്കലും പേടിക്കരുത്. ഈ രാഹുലും അതുപോലെ തന്നെ സരയും ഒക്കെ എത്ര പ്രാവശ്യം ഇതിനു വേണ്ടി ഇതുപോലെ മെസ്സേജ് നമുക്ക് അയച്ചിട്ടുണ്ട്. ഇതിന് പിറകിൽ അവർ തന്നെയായിരിക്കും, അയാൾക്ക് കിട്ടിയതെന്ന് പോരെന്ന് തോന്നുന്നു. എന്തായാലും നീ ഒരു കാര്യം ചെയ്യ്, നീ ഓഫീസിലേക്ക് പോയിക്കോ, എനിക്ക് അച്ഛനൊന്ന് കാണാൻ വേണ്ടി പോകണം. കിരണേട്ട സൂക്ഷിച്ചു പോകണം കേട്ടോ, എടോ ഒരു കുഴപ്പം ഉണ്ടാവില്ല എന്ന് പറയാണ്. അങ്ങനെ കല്യാണി ഓഫീസിലേക്കും കിരൺ അച്ഛനെ കാണാൻ വേണ്ടി വീട്ടിലേക്കും ആട്ടോ പോണത്. കല്യാണി ഓഫീസിലേക്ക് പോകുമ്പോഴേക്കും കല്യാണി അങ്ങനെ ഒറ്റക്കാണ് ഓഫീസിൽ പോണത്. അപ്പൊ കാദംബരി ചോദിക്കണ്ടേ, അല്ല കല്യാണി നീ ഇന്ന് ഒറ്റക്കാണോ വന്നത്? അതെ ഞാനിത് ഒറ്റക്കാണ് വന്നത്, കിരണേട്ടൻ അച്ഛനും അമ്മയുടെ വീട്ടിലേക്കൊന്ന് പോയിരിക്കുകയാണ് എന്ന് പറയണ്ടല്ലോ. ഒറ്റക്ക് വരുമ്പോൾ സൂക്ഷിക്കണോട്ടെ കല്യാണി രതീഷ് പറയുന്നുണ്ട്. രതീഷേട്ടാ ഒരു കുഴപ്പമില്ല രതീഷേട്ടാ, അഥവാ എനിക്കിതിന് സംഭവിച്ചാലും എൻ്റെ കല്ലുമോനെ സ്നേഹിക്കാനും കൂട്ടിരിക്കാനും ഇപ്പോൾ ഒത്തിരി പേരില്ലേ, അതുകൊണ്ട് എനിക്ക് ഒരു കുഴപ്പമില്ലെന്ന് പറയുമ്പോൾ രതീഷ് പറയണ്ട, എന്താ കല്യാണി നീ ഇങ്ങനെയൊക്കെ പറയണത്, ദേ അങ്ങനൊന്നും സംഭവിക്കില്ല, എത്രയോ പേർക്ക് നല്ലത് ചെയ്യണതാ നീ, നിന്റെ കൂടെ ദൈവമുണ്ടോ, ഒന്നും സംഭവിക്കില്ല, നിനക്കും കിരൺ സാറിനോ ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ രതീഷും പറയാണ്. ശേഷം കല്യാണി ഓഫീസിൽ റൂമിലേക്ക് ഇരിക്കുകയാണ്. പ്രകാശം പതിവ് പോലെ തന്നെ കല്യാണിനെ കാണാൻ വേണ്ടി ഓഫീസിലേക്ക് വരുന്നുണ്ട്. അപ്പൊ സെക്യൂരിറ്റി പറയുന്നുണ്ട്, വന്നല്ലോ, ഒന്നും പറയുന്നില്ല, കേറി പോയിക്കോ, കിട്ടുന്നതൊക്കെ വയറ് നിറച്ചു വാങ്ങിച്ചോ എന്ന് പറയാണ്. അങ്ങനെ പ്രകാശൻ അകത്ത് കയറി പോവാണ്. രതീഷ് പറയണ്ട്, എടോ തനിക്ക് കിട്ടിയതൊന്നും പോരേടോ എന്ന് പറയുമ്പോഴേക്കും ഞാൻ കല്യാണിനെയും കിരൺ സാറിനെ കാണാൻ വേണ്ടി വന്നതാ. കിരൺ സാർ എന്തായാലും ഇന്ന് വന്നിട്ടില്ല. മോനിന്ന് വന്നിട്ടില്ലേ? ഇല്ല വന്നിട്ടില്ല. കിരൺ സാർ വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ തനിക്ക് സന്തോഷമല്ലേ ആവേണ്ടത് എന്ന് പറയുമ്പോഴേക്കും അല്ല ഞാൻ രണ്ടുപേരെയും കാണാൻ വേണ്ടി വന്നത്. എന്തായാലും ഒരു കാര്യം ചെയ്യും, ഇന്ന് കല്യാണി ഒറ്റയ്ക്ക് തനിക്ക് വയറ് നിറച്ചു തരും, അകത്തേക്ക് കയറി പോയിക്കോ എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ പ്രകാശൻ അകത്തേക്ക് കയറി പോവാട്ടോ. കല്യാണി ഒറ്റക്കായത് കൊണ്ട് തന്നെ പ്രകാശൻ കല്യാണിന്റെ അടുത്ത് പറയട്ടെ, മോളെ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, നിങ്ങൾ എന്തിനും ഇങ്ങോട്ട് വന്നത്, നിങ്ങൾ ഇറങ്ങിപ്പോ എന്ന് പറയുമ്പോൾ മോളെ ഞാൻ മോളെ കാണാൻ വേണ്ടി വന്നതാണ്, മോളെ നോക്ക് അച്ഛനിന് അധികം ആയുസ്സൊന്നുമില്ല, അതിനു മുമ്പ് എനിക്ക് മോളുടെ കുഴിനെ ഒന്ന് കാണണമെന്ന് ആഗ്രഹം കൊണ്ടല്ലേ മോളെ വരുന്നത് എന്നൊക്കെ പറയുമ്പോൾ കല്യാണിന്റെ മനസ്സ് ചെറുതായിട്ടൊന്ന് മാറുവാട്ടോ. പ്രകാശൻ പറയുന്നുണ്ട്, കല്യാണി മോളെ നിന്റെ കൊല്ലാൻ ശ്രമിച്ചത് രാഹുലാണെന്ന് തെളിഞ്ഞല്ലോ, നിന്നോട് ഞാൻ ഒരു കാര്യം പറയാം, ഒരിക്കലും ഞാൻ ജീവനോട് ഇരിക്കുമ്പോൾ രാഹുലോ സരയോ ആരും നിന്റെ മേത്തോ കിരൺ
കിരൺ സാറിൻ്റെ മേത്തോ നിങ്ങളുടെ കുഞ്ഞിൻ്റെ മേത്തോ അതേപോലെ തന്നെ നിങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് ഒന്നും സംഭവിക്കില്ല. എൻ്റെ ശവത്തെ ചവിട്ടിയിട്ടായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുക എന്നൊക്കെ പറയുമ്പോൾ കല്യാണി പറയണ്ടേ, നിങ്ങൾ സംസാരിച്ചതൊക്കെ മതി. നിങ്ങളുടെ ഉദ്ദേശവും ഈ രാഹുലിൻ്റെ ഉദ്ദേശമൊക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ്. ചിലപ്പോൾ ഈ പ്ലാനിൽ രാഹുലിൻ്റെ കൂടെ നിങ്ങൾ ഉണ്ടായിട്ടുണ്ടാവില്ലായിരിക്കും, പക്ഷെ നിങ്ങളുടെ മനസ്സിൽ വേറെ എന്തോ വലിയ പ്ലാനാണ്. മോളെ കല്യാണി, ഒരിക്കലും നിങ്ങളുടെ ഗേറ്റ് കിടന്ന് അച്ഛൻ വരില്ല. പക്ഷേ എനിക്ക് ഒരു പ്രാവശ്യം കല്ലുമോനെ കാണിച്ചാൽ മോളെ പറ്റില്ല എന്ന് കല്യാണി പറയാണ്. ശരി മോളെ, എങ്കിൽ ഞാൻ പോവാ, പക്ഷെ ഇടക്ക് മോളെ കാണാൻ വേണ്ടി അച്ഛൻ വരും കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രകാശനോട് പോകുമ്പോൾ കല്യാണി പ്രകാശനൊന്ന് നോക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. പ്രകാശനും കല്യാണി നോക്കുന്നുണ്ട്. കല്യാണിക്ക് ചെറിയൊരു ഇഷ്ടമൊക്കെ പ്രകാശനോട് തോന്നി തുടങ്ങാണ്. അതേസമയം കിരണാണെങ്കിൽ സേനോടും രൂപയെടുത്തും പറയുന്നുണ്ട്, അയാൾ ഇന്ന് രാവിലെ മെസ്സേജ് അയച്ചേക്ക് കല്യാണിക്ക് 18-ാം തീയതി കൊല ചെയ്യപ്പെടുമെന്ന്. എടാ, അയാൾ അങ്ങനെ വെറുതെ വിടാൻ പാടില്ല. എടാ, എത്ര പ്രാവശ്യം ഇയാൾക്ക് ഇങ്ങനെ ചെയ്തു കൂട്ടുന്നത് എന്ന് പറയുമ്പോഴേക്കും അച്ഛാ അതിന് അയാളിപ്പോൾ ഒളിവിലാണല്ലോ അച്ഛാ. അയാൾ ഒളിവിലാണെങ്കിൽ എന്താ, അയാൾ ഭാര്യ മകളും വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. എനിക്ക് തോന്നണം അച്ഛാ അവരറിയാതെയാണ് അയാൾ ഇപ്പോൾ നടക്കുന്ന ഈ പ്ലാനൊക്കെ ചെയ്യണേന്നാ. എന്തോ ആയിക്കോട്ടെ, അവർക്ക് നൊന്താലേ അയാൾക്കും നോവും. അതുകൊണ്ട് ഇതിനനുഭവിക്കാൻ പോണത് ആ ശാരീ ഒക്കെ തന്നെയാ. മോൻ പേടിക്കൊന്നും വേണ്ട, കല്യാണി മോളോട് പേടിക്കേണ്ടെന്ന് പറ. 18-ാം തീയതി വരെ സമയം തന്നിട്ടില്ല അവൻ. 18-ാം തീയതിക്ക് മുമ്പ് ഷാരിക്കോ സരിക്കോ എന്തെങ്കിലും സംഭവിച്ചാലോ അവൻ ഈ പ്ലാൻ വേണ്ടെന്ന് വെച്ചോളും. എന്തായാലും ഇതിന് പുറകിൽ അവൻ തന്നെയായിരിക്കും. അപ്പൊ രൂപ ചോദിക്കണ്ടേ, ഇനി ഇതിന്റെ പുറകെ പ്രകാശനാണോ? പ്രകാശനൊന്നും അല്ലമ്മേ, കാരണം ഈ സമയത്ത് അയാൾക്കിടെ കയ്യിൽ മൊബൈലും കാര്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് അയാളാവാൻ ചാൻസ് ഒന്നും ഇല്ല. പക്ഷെ ഇവരുടെ കൂടെ ഉണ്ടെങ്കിലും മോനെ അയാൾ ഇവരുടെ കൂടെ നിന്ന് കൂട്ടുവിട്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് കിരണും പറയണ്ടേ. എങ്കിലും ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. എന്തായാലും രാഹുലിനുള്ള പണി കൊടുക്കുന്നുണ്ട്. രാഹുലിനെ എന്തായാലും ഒളിവിൽ താമസിച്ചുകൊണ്ട് അവനൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് അവന്റെ വിചാരം. ഷാരി അവനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് സരിയുവിനെയാണല്ലോ. സരിയുവിന്റെ ജീവിതം തകർക്കാൻ പോണത് എങ്ങനെയാണെന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാടാ എന്ന് നമ്മുടെ ചന്ദ്രസേനൻ പറയാട്ടോ. കിരൺ പറഞ്ഞ അതെ അങ്ങനെ തന്നെ ചെയ്താൽ മതി അച്ഛാ എന്ന് പറയാണ്. ശേഷം പ്രകാശൻ നേരെ രാഹുലിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. കാരണം രാഹുലാണല്ലോ കിരണിന്റെ വണ്ടിയുടെ ബ്രേക്ക് കളഞ്ഞത്. അപ്പൊ രാഹുലിനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് രാഹുലിന്റെ അടുത്തേക്ക് പോവാണ് പ്രകാശൻ. ശേഷം പറയുന്നുണ്ട്, എന്തിനാടാ എൻ്റെ മോളുടെ മരുമോന്റെ ജീവിതത്തിലേക്ക് ഇങ്ങനെ കടന്നു വരുന്നത്? എൻ്റെ മോളെ കൊന്നിട്ട് കിരണിനെ സരുവിനെ കൊണ്ട് കെട്ടിക്കാനാണോ? എടാ, എൻ്റെ മോള് മരിച്ചാലും കിരൺ ഒരിക്കലും നിന്റെ മോളെ കെട്ടില്ല. കാരണം എന്താ കാണുന്നറിയോ, കിരൺ അത്രമാത്രം ആത്മാർത്ഥമായിട്ട് കല്യാണിനെ സ്നേഹിക്കുന്നുണ്ട്. അവൻ ഈ ജന്മത്തിലും ഇനിയുള്ള ജന്മത്തിലും കല്യാണി മതി എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ഇനി എൻ്റെ മോളുടെയോ മരുമകന്റെയോ അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്ന ആൾക്കാരുടെയോ നേരെ നീ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പ്രകാശനെ ഇനി ഒന്നും നോക്കാനില്ല. ഞാൻ ചാവണമെങ്കിൽ ചാവട്ടെ, പക്ഷെ നിന്നെ കൊന്നിട്ടായിരിക്കൂടെ രാഹുലെ ഞാൻ ചാവാൻ പോണത് എന്ന് പ്രകാശൻ പറയുമ്പോൾ, എങ്കിൽ നീ ചത്തോടാ, എന്തായാലും നിനക്കൊരു കാലല്ലേ ഉള്ളത്. നീ എന്തിനാ കാല് ഊന്നിങ്ങനെ നടക്കണത്? നിനക്ക് ശാന്തിയൊക്കെ വേണ്ടേ, സമാധാനം വേണ്ടേ? നീ ഞാൻ പരലോകത്തേക്ക് പറഞ്ഞയക്കാടാന്ന് പറയുമ്പോൾ, അതിനു മുമ്പ് ഞാൻ എൻ്റെ മരുമക്കളെയൊക്കെ സേഫ് ചെയ്തിട്ട് ഞാൻ പോവുള്ളൂടാ. എൻ്റെ നെഞ്ചത്ത് നീ ആണി അടിച്ചിട്ട് മാത്രം നീ പോയാൽ മതി എന്ന് പറയുമ്പോൾ, എങ്കിൽ നീ തന്നെ ആദ്യം ചത്തോടാ. നിന്റെ മകൾക്ക് നിന്റെ ശരീരം കാണാൻ പറ്റുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് രാഹുൽ പ്രകാശിനെ നേരെ തോക്കൊക്കെ ചൂടുന്ന ഭാഗം പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, പ്രകാശൻ നമ്മുടെ കല്യാണിക്ക് വേണ്ടി ആ ഒരു രാഹുലിന്റെ കയ്യിൽ നിന്ന് എന്തൊക്കെയോ കാര്യം ഇതാവുന്നുണ്ട്. അത് തോക്കിന്റെ വെടി കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ രാഹുൽ പിടിച്ച് തള്ളുന്നുണ്ടോ ഒന്നുന്നുണ്ടോ എന്തോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടിട്ടാണ് കല്യാണിക്ക് കിരണും പ്രകാശനോട് ആ ഒരു വിശ്വാസം കൂടുന്നതിന് കാരണം. എന്തായാലും കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ. ബൈ ബൈ.